പ്രകാശ് കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുക. ഇത് ഞങ്ങൾക്കിടയിലുള്ള ഒരു പ്രത്യേക ഡീല് വെച്ചിട്ടുള്ള ഒരു ചതുരംഗം കളിയാ. ജയിച്ച രണ്ടാളും ജയിക്കും, തോറ്റാൽ അവൻ മാത്രം തോൽക്കും. വിജയം ഉണ്ടാവൂടാ. ഇനി തോറ്റ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. പോരാട്ടത്തിലേക്ക് സ്ഥിരം തോൽക്കുന്നവനാണ് പ്രകാശൻ. അവൻ ആർത്തി മാത്രമേ ഉള്ളൂ, തലയ്ക്ക് അത് മുഴുവൻ കളിമണ്ണ. അത് കേൾക്കുമ്പോഴാ എനിക്കൊരാതി. പേടിക്കാതെ ചേച്ചി, എന്നെ തോൽപ്പിക്കാൻ എന്റെ മക്കളായ ജഗന് ഹരിതയ്ക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. രണ്ടുപേരുടെ വിവാഹം തന്നെ ഇഷ്ടപ്രകാരമായിരുന്നല്ലോ. അതിലെ ഹരിത തനിക്ക് പറ്റിയ അബദ്ധം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. ജഗന് തിരിച്ചറിവുണ്ടാകാനാ പ്രകാശനെ ഇറക്കി കളിക്കുന്നത്. ഉദ്ദേശിച്ച രീതിയിൽ തന്നെ കാര്യങ്ങൾ നീങ്ങുമെന്ന് പ്രതീക്ഷിക്കാം. ജഗന് തിരിച്ചറിവുണ്ടാവണം. വന്ദനയുടെ പതനവും സംഭവിക്കണം. ഒരു വെടിക്ക് രണ്ട് പക്ഷി. ഒരു വെടിക്ക് രണ്ട് പക്ഷി വീഴുന്നത് നല്ല വേട്ടക്കാരന്റെ ലക്ഷണമല്ല ചേച്ചി. ട്രിഗർ വലിച്ച് വെടിപൊട്ടിക്കുമ്പോ ലക്ഷ്യം വെച്ച ഇര മാത്രം താഴെ വീഴണം. അവനാ യഥാർത്ഥ പിടിക്കാരൻ. അപ്പോഴാണ് മറ്റുള്ളവ ചിന്നിച്ചിതറി പായുന്നത്. ചേച്ചി, വീഴേണ്ടത് അവളാ. അവള് വീഴണം, അവളെ വീഴ്ത്തണം. ചിലർക്ക് ജാതകത്തിൽ 2 കല്യാണം എഴുതിയിട്ടുണ്ടാവും. നിന്റെ 2 മക്കൾക്കും 2ാം കല്യാണമാണ് വിധിയെന്ന് അങ്ങ് വിചാരിച്ചാ മതി. കല്യാണം മാത്രം അവരവരുടെ സ്റ്റാറ്റസിന് നിലയ്ക്കും ചേർന്നതായിരിക്കണം. എന്നാലേ അത് നിലനിൽക്കൂ. ജിതേന്ദ്രനും വിദ്യയും യാതൊരു ചേർച്ചക്കേടും ഇല്ലാതെ ജീവിക്കുന്നില്ലേ? എന്തൊക്കെയാ മോനെ നീ പറയുന്നത്? സത്യമേ, സത്യമാ ഞാനീ പറയുന്നത്. ഒരു മരുമകൻ എന്ന നിലയിലും അമ്മയുടെ മുന്നിൽ ഞാൻ പരാജിതനല്ലേ. മോനെ, നീ ഇങ്ങനെ തളർന്നു പോവല്ലേ. പരാജയം അറിഞ്ഞവര് മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. എല്ലാം ശരിയാവൂടാ. തൽക്കാലം നീ ഒരു ജോലി കണ്ടെത്ത്. അതിപ്പോ ഇന്ന ജോലി വേണമെന്നൊന്നും നിർബന്ധം പിടിക്കണ്ട. കിട്ടുന്ന ജോലിക്ക് തൽക്കാലം പോവുക. അതെ, വെറുതെ ഇരിക്കുമ്പോഴാ വേണ്ടാത്ത ചിന്തകളൊക്കെ ഉണ്ടാവുന്നേ. ദേ നോക്ക്, എന്റെ മോള് ഹരിതയ്ക്ക് കുറച്ച് പിടിവാശിയും ദേഷ്യവും ഒക്കെ കൂടുതൽ തന്നെയാ, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഉള്ളിന്റെ ഉള്ളുകൊണ്ട് അവള് നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടടാ. അമ്മേ, ഞാൻ നിനക്കും അവളെ ജീവനാണെന്ന് എനിക്കറിയാം. ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു. ഭർത്താവിന് അതിന്റേതായ കടമകളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ ഉണ്ട്. അവിടെ നീ മോശമാകുന്നത് ഹരിതയ്ക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. അതാ അവള് നിന്നോട് കാർക്കശ്യത്തോടെ പെരുമാറുന്നതും വെറുപ്പ് കാണിക്കുന്നതും ഒക്കെ. ഭർത്താവ് മറ്റുള്ളവരുടെ മുന്നിൽ നല്ലവനായിരിക്കണമെന്നൊക്കെ ഏതൊരു പെണ്ണിനെയും പോലെ ഹരിതയും ആഗ്രഹിക്കുന്നു. നീ ഒരു ജോലിക്കൊക്കെ പോയി സ്വന്തമായിട്ട് വരുമാനമൊക്കെ ഉണ്ടാക്കുമ്പോ ഹരിതയുടെ ദേഷ്യവും വെറുപ്പും ഒക്കെ അങ്ങ് മാറും. അമ്മേ, അതേടാ, നിനക്ക് നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ളതല്ലേ. അന്വേഷിച്ച് അവര് ജോലി കിട്ടാതിരിക്കുവോ? ഇപ്പൊ നീ പോയി കിടന്നുറങ്ങാൻ നോക്ക്. അമ്മേ, അച്ഛൻ സുഖായിട്ടിരിക്കുന്നു. ദേമോളെ കണ്ടിട്ട് നാളെത്രയായി, ഒന്ന് കാണാൻ കൊതിയാവുന്നു. അമ്മേ, അമ്മയ്ക്ക് വീട്ടിലേക്ക് വന്നൂടെ? അമ്മേ, ഞങ്ങളുടെ കൂടെ വന്നൂടെ? വിനുവേട്ടന്റെയും മീനാക്ഷിയുടെയും വീട്ടില് സൗകര്യങ്ങളൊക്കെ കുറവല്ലേ? അച്ഛനെയും കൂട്ടി. വേണ്ട മോളെ, വിനുമോനത് സങ്കടാവും. കുറച്ച് സൗകര്യങ്ങളൊക്കെ കുറവാണെങ്കിലും നല്ല സമാധാനവും സന്തോഷവും ഉണ്ട് അവിടെ. മീനാക്ഷി മാധവേട്ടനെ എന്നെയും എത്ര സന്തോഷത്തോടെ നോക്കുന്നതെന്നറിയോ? അമ്മേ,
എല്ലാവരും ചേർന്ന് നിങ്ങളെ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ടെന്നറിയാം. ഇപ്പോ ഞങ്ങളാണ് ആ വീട്ടിൽ താമസം. നിങ്ങളെ ഒരിക്കലും ഇനി ആരും... അറിയാം. എന്നാലും ഇപ്പൊ അത് വേണ്ട. അമ്മേ, നിങ്ങൾ വന്നാലേ വീടുണരൂ. മോളെ, നിന്റെ അച്ഛമ്മയുടെ ഓർമ്മകൾ മാധവേട്ടനെ വല്ലാതെ നൊമ്പരപ്പെടുത്തുന്നുണ്ട്. അച്ഛമ്മയുടെ മരണം അംഗീകരിക്കാൻ ഇതുവരെ ആ മനസ്സ് തയ്യാറായിട്ടില്ല. ഇതിനിടയിൽ അച്ഛമ്മയുടെ ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന ആ വീട്ടിലേക്ക് വന്ന മാധവേട്ടൻ ശരിക്കും തളർന്നു പോവും. അമ്മ ഓരോന്ന് പറഞ്ഞ് ബോധപൂർവം ഒഴിവാക്കണല്ലേ? അല്ല മോളെ, എല്ലാം ഒന്ന് ശരിയായാൽ ഞങ്ങൾ വരും. സ്വന്തം വീടല്ലെങ്കിലും മനസ്സിലെന്നും അതാണ് ഞങ്ങളുടെ തറവാട്. ജഗ, ദേമോളെയും കുട്ടി നിങ്ങള് വിനുവിന്റെ വീട്ടിലേക്ക് വരണം. മോള് വിഷമിക്കണ്ട. അധികം വൈകാതെ മാധവേട്ടനും ഞാനും വരും. പോട്ടെ. അമ്മേ, ഞാൻ അമ്മയെ വീട്ടിലേക്കാക്കാം. വേണ്ട മോനെ, ഞാൻ നടന്നോളാം. ഉം. ഉം.